അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസുഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, സത്യത്തിൽ ഇന്ന് പരസ്പരം കൂടിക്കലരാനുള്ള അവസരങ്ങൾ ധാരാളമായി വർദ്ധിച്ചു വന്നിരിക്കുകയാണ്. വളരെ സ്വതന്ത്രമായി സ്ത്രീ പുരുഷന്മാർക്ക് ഇടപഴകുവാനുള്ള സാഹചര്യങ്ങൾ ഇന്ന് സമൂഹത്തിൽ വന്നു. വിദ്യാർത്ഥികളായ പഠന സ്ഥലങ്ങൾ, അതേപോലെ തന്നെ നമ്മുടെ കുടുംബ വീടുകളിൽ, വിവാഹ സന്ദർഭങ്ങളിൽ, അതേപോലെ ജോലി സ്ഥലങ്ങളിൽ, യാത്രാവേളകളിൽ, അതേപോലെ ഒന്നിച്ചു ചേരുന്ന പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് ക്യാമ്പുകൾ, ഇങ്ങനെ പല സ്ഥലങ്ങളിലും ആണിനും പെണ്ണിനും സ്വതന്ത്രമായി ഇടപഴകുവാനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ആരായിരുന്നാലും നമ്മൾ മനുഷ്യന്മാരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ സംസാരമോ അല്ലെങ്കിൽ വേഷമോ രൂപമോ സൗന്ദര്യമോ ഏതെങ്കിലും ചില കാര്യങ്ങൾ നമ്മളെ സ്വാധീനിക്കുകയും അങ്ങനെ അത് ഒരു പരസ്പരം ആഗ്രഹമായിക്കൊണ്ട് രണ്ടുപേർക്കും പരസ്പരമുള്ള ഒരാഗ്രഹമായി വരികയും ചെയ്താൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാനിരിക്കുന്നത് മഹാദുരന്തങ്ങളാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീ പുരുഷന്മാർ ഇടപഴകുമ്പോൾ, ഇടകലരുമ്പോൾ തീർച്ചയായും നല്ല സൂക്ഷ്മതയും ശ്രദ്ധയും വേണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ് സ്ത്രീകളോട് ഹിജാബ് സ്വീകരിക്കാൻ വേണ്ടി പറഞ്ഞത്. അവർ വസ്ത്രധാരണങ്ങൾ വളരെ ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നമ്മളൊക്കെ പറയുകയാണെങ്കിൽ പല ആളുകളും അത് ട്രോളുകയും വ്യാഖ്യാനിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഒരു മുസ്ലിംകളിൽ പെടാത്ത മറ്റൊരു സമുദായത്തിൽപ്പെട്ടൊരു സഹോദരി പറഞ്ഞു, സത്യത്തിൽ ഈ നമ്മൾ ആക്രമിക്കപ്പെടുന്നതിലും നമ്മൾ അതിക്രമിക്കപ്പെടുന്നതിലും എല്ലാം നമുക്കൊരു പങ്കുണ്ട്. നമ്മുടെ ശരീരത്തിൻ്റെ സ്വകാര്യ ഭാഗങ്ങൾ അത് പ്രത്യക്ഷമായി കാണത്തക്ക വിധത്തിൽ പ്രത്യക്ഷപ്പെടുമ്പോൾ സ്വാഭാവികമായും ചില പുരുഷന്മാരിൽ എന്ത് ചെയ്യും, വേണ്ടാത്ത ചിന്തകൾ വരും. അതുകൊണ്ട് നമ്മളത് സൂക്ഷിക്കണം. അപ്പോൾ നമ്മൾ ആക്രമിക്കപ്പെടുന്നതിൽ നമ്മൾ തന്നെയാണ് കാരണക്കാർ എന്ന് ആ സഹോദരി ഒരു സംസാരത്തിൽ പറയുന്നുണ്ട്. സത്യത്തിൽ ഇവിടെ ഏറ്റവും പ്രധാനമാണ് ഹിജാബ്. കൂടിക്കലരുമ്പോൾ പരസ്പരം അത്തരത്തിലുള്ള ഒരു അവിഹിതത്തിലേക്ക് എത്താതിരിക്കാൻ സൂക്ഷ്മതയ്ക്ക് ഏറ്റവും, അതേമാതിരി തന്നെ നമ്മൾ നോക്കാതിരിക്കുക എന്നുള്ളതാണ്. അതും വളരെ പ്രധാനപ്പെട്ട ഈ രണ്ട് കാര്യങ്ങൾ വളരെ കണിശമായിട്ട് ഇസ്ലാം നിർദ്ദേശിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ടാണ് വലാ തഖ്റബു സിന, വ്യഭിചാരത്തേക്ക് നിങ്ങൾ അടുത്തു പോകരുത് എന്ന് പറയുന്നത്. അതിലേക്ക് അടുക്കാവുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുമ്പോൾ മാത്രമേ നമുക്കതിൽ നിന്ന് മുക്തി നേടാൻ കഴിയൂ എന്നാണ് അതുകൊണ്ട് പറയണത്. അപ്പോൾ ഈ കാര്യം നമ്മൾ വളരെ പ്രത്യേകമായി ശ്രദ്ധിക്കണം. അതാണ് സത്യത്തിൽ ഇപ്പോൾ ഈ അടുത്ത കാലഘട്ടങ്ങളിലായിട്ടെല്ലാം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കാണുന്ന അല്ലെങ്കിൽ പത്രങ്ങളിൽ വായിക്കുന്ന വാർത്തകളിൽ ഇത്തരം അവിഹിതങ്ങൾ സംഭവിച്ചു പോയാൽ പിന്നെ അവർക്ക് തമ്മിൽ ഒന്നിച്ചു ചേരണമെന്ന അടങ്ങാത്ത ആഗ്രഹം നിറവേറാൻ വേണ്ടി അതിൻ്റെ മുന്നിൽ എല്ലാ തടസ്സങ്ങളെയും തട്ടി മാറ്റി മുന്നോട്ട് പോകുന്നത് കാണാൻ പറ്റും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരാൾ അയാളുടെ കാമുകിയെ കഴുത്തറുത്തു കൊന്ന് ആ കത്തിയുമായി പോലീസ് സ്റ്റേഷനിൽ ഹാജരായി. എന്താ കാരണം? ഇവർ തമ്മിൽ അവിഹിതമായ ബന്ധമുണ്ടായി, അവർ തമ്മിൽ അടുപ്പമായി, അവർക്കൊന്നിച്ച് ജീവിക്കണം എന്നായി. പക്ഷെ അയാൾക്ക് പറ്റില്ല, അയാൾക്ക് ഭാര്യയും കുട്ടികളുണ്ട്. അപ്പോൾ ഈ കാമുകി അയാളെ നിർബന്ധിച്ചു, ആ ഭാര്യനെ ഒഴിവാക്കി എൻ്റെ കൂടെ ജീവിക്കണം. അപ്പോൾ എന്താ ഉണ്ടായത്? ഒരു സ്വൈരവും കൊടുക്കാവുന്നപ്പോൾ എന്ത് ചെയ്തു, അവളല്ലാതെയാക്കി, അവളെ കൊന്നു കളയുമ്പോൾ അയാളുടെ ജീവിതം പോലും നശിച്ചു പോവുകയാണ്, അവളുടെ ജീവിതം നഷ്ടപ്പെട്ടു പോവുകയാണ്. നമുക്കറിയാം ധാരാളം സംഭവങ്ങൾ ഇതുപോലെ കാണുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു കുട്ടിയെ വിദേശത്തുള്ള ഭർത്താവിനെ ഏൽപ്പിച്ചുകൊണ്ട് ആ സ്ത്രീ കുട്ടിനെ ഉപേക്ഷിച്ചിട്ട് അവർ പോയി. വേറൊരു സ്ത്രീ, 3 കുട്ടികളുടെ സ്ത്രീ എന്ത് ചെയ്തു, ഒരു അന്യ സംസ്ഥാന തൊഴിലാളിൻ്റെ കൂടെ പോയി UP-യിലെത്തി. മക്കളെ വീട്ടിലിട്ടിട്ട് അവർ UP-യിലെത്തി. പിന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചപ്പോഴാണ് അവരവിടെ ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയത്. അപ്പോൾ സത്യത്തിൽ ഈ ജോലിക്കാരുമായി അല്ലെങ്കിൽ കുടുംബക്കാരുമായി സഹപ്രവർത്തകരുമായിട്ടൊക്കെ ഉണ്ടാവുന്ന ഈ മാനസിക ബന്ധം നമ്മുടെ കുടുംബജീവിതങ്ങളെ തകർക്കും. നമ്മൾ സ്വയം ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാരിൽ നമ്മളാക്കലും ഇത്തരം അസാധ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോകാൻ വേണ്ടി നമ്മൾ ചിലപ്പോൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ഉറുമ്പിനെ പോലും കൊല്ലാത്തവർ വലിയ കൊലപാതകങ്ങൾ ചെയ്യും. അതിൻ്റെ തെളിവുകൾ നശിപ്പിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ പെടാതിരിക്കുവാനുള്ള മുന്നറിയിപ്പ്
നമുക്ക് വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുണ്ട്, മതപരമായ നിർദ്ദേശങ്ങളുണ്ട്. ഒരു സ്ത്രീയുടെ കൂടെ എപ്പോഴും ഒരു മഹറമായ ഒരാൾ ഒറ്റപ്പെടാൻ പാടില്ല, വേണം. അതേപോലെ വല്ല സൂക്ഷ്മതാ നിർദ്ദേശങ്ങൾ നമുക്ക് തന്നിട്ടുണ്ട്. നമ്മുടെ സുരക്ഷത്തിന് വേണ്ടിയാണ് ഇതെല്ലാം ഉള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കൾ, നമ്മുടെ ഭാര്യമാർ, നമ്മൾ ഓരോരുത്തരും മറ്റുള്ളവരുമായി ഇടപഴകുമ്പോൾ അത് മനസ്സിലൊരു ബന്ധമായി വരുന്നതിനെക്കുറിച്ച് നമ്മൾ വളരെ സൂക്ഷിക്കണം. അത്തരം ഇടപഴകലിന് അവസരമുണ്ടായിട്ടും യൂസുഫ് നബി അലൈഹിസ്സലാം തൻ്റെ തഖ്വ കൊണ്ട്, അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട് അതിനെ അതിജീവിച്ചു. പക്ഷേ അസീസിൻ്റെ ഭാര്യയ്ക്ക് അതിന് പറ്റിയില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് ഇടപഴകലുകൾ വളരെ വലിയ അപകടങ്ങളിലേക്ക് നമ്മളെ എത്തിക്കും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് സൂക്ഷ്മത പാലിക്കുവാനും ഇസ്ലാമികമായ മര്യാദ പാലിക്കുവാനും സ്ത്രീ പുരുഷ അകലം പാലിക്കുവാനും നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹുവിൻ്റെ നിർദ്ദേശങ്ങൾ നമുക്ക് കാരുണ്യമാണ്, അനുഗ്രഹമാണ്. അത് അനുഭവിക്കാൻ നമ്മളത് തീർച്ചയായും ജീവിതത്തിൽ പകർത്തണം. അള്ളാഹു സഹായിക്കട്ടെ.